ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഇച്ചിരി പയറിൻ്റെയും കോവലിൻ്റെയൊക്കെ വിളവെടുക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, കോവലിൻ്റെ വിളവെടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കാണിക്കാൻ പറ്റിയില്ല. ഞാൻ തണ്ടെല്ലാം മുറിച്ച് ഇട്ട് ഇപ്പോൾ പടന്ന് കയറിയൊക്കെ വന്നതേ ഉള്ളൂ. ഇപ്പോൾ പയറിൻ്റെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇന്നത്തെ ഇതിൽ പറിച്ചെടുത്തതാണ് ഇത് ഇത്രയും. എൻ്റെ പയർ കുറച്ചേ ഉള്ളൂ, മഴ വന്നപ്പോൾ എല്ലാം പോയി. ഇന്ന് ഇത്രയും കിട്ടിയുള്ളൂ. ഇവിടെ കുറേ പടന്ന് കിടപ്പുണ്ട്. ഇനിയിപ്പം വെയിൽ വന്നപ്പം പൂ കുത്തുന്നുണ്ട്. മഴയായാൽ ഉണ്ടാകത്തില്ല. അതിൻ്റെ പുറത്ത് കുമ്പളം പടന്ന് കയറിയിട്ടുണ്ട്. കുമ്പളങ്ങ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കുമ്പളങ്ങ കാണിച്ചായിരുന്നില്ല. അത് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടായി. ഇനി ഇവിടെ എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊന്ന് നോക്കാം. എന്തായാലും ചെറുതായിട്ട് നമുക്ക് നോക്കാം. ഇനി ചെറുതായിട്ടൊക്കെ ഇവിടെ പൂത്തി വരുന്നുണ്ട്. ഇപ്പം നിറച്ച് അവിടെ ഇവിടെയൊക്കെ പൂത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ. നമുക്കിനി കോവല് പറിക്കാം. ഇവിടെ ഞങ്ങളുടെ ഒരു വീട് പൊളിച്ചതിൻ്റെ, പഴയ വീട് പൊളിച്ചതിൻ്റെ ഇവിടെയാണ് ഞാൻ നെറ്റ് വലിച്ചു കെട്ടിയിട്ട് കോവല് പടത്തിയിരിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ടായി കിടപ്പുണ്ട്. നോക്കിയേ, ഇത്തവണ ആദ്യം ഞാൻ 5-6 ഉണ്ടായുള്ളായിരുന്നു. അത് ഞാനൊരു ദിവസം കുറച്ച് മെഴുക്കുരുട്ട് വെച്ച്. ഇപ്പം നിറച്ച് കിടപ്പുണ്ട്. ഉണ്ടോ? അത് ഞാൻ പറിച്ച്, എനിക്കിത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പറിച്ച് നമുക്കും എടുക്കാം, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ കൊടുക്കുമ്പോഴും ഭയങ്കര സന്തോഷം ഉണ്ടാകത്തില്ലേ? എല്ലാവർക്കും കൊടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് നട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. നല്ല പക്ഷേ ആദ്യത്തെ ആയതുകൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല, മഴ ആയതുകൊണ്ടാണോ, ചെറിയ കായ. പക്ഷേ ഇതിലെ കായ നല്ല വലിയ കായാണ്. അപ്പോൾ ആദ്യമായിട്ട് പിടിച്ചത് പൊട്ടിക്കിളുത്ത് ഞാനെല്ലാം തണ്ടൊക്കെ മുറിച്ച് വിട്ട് കഴിഞ്ഞ് രണ്ടാമത് വന്നതാണ്. അപ്പോഴത്തേക്ക് ഇപ്പോൾ അത്ര മുഴുപ്പില്ലാത്ത കായാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. വളം പോരാഞ്ഞിട്ടാണോ എന്തോന്ന് അറിയത്തില്ല. ഞാനിച്ചിരി ചാണകപ്പൊടി മാത്രമേ ഇടാറുള്ളൂ. പിന്നെ വേറെ ഒരു വളവും ഞാനങ്ങനെ ഇടാറില്ല. അവിടെ പിന്നെ അവരെല്ലാം തൂക്കുമ്പോൾ അതെല്ലാം കൊണ്ട് അതിൽ ചോട്ടിക്കൊണ്ട് കൂട്ടിയിടും. എന്ത് രസമാണ് ഇത്, ഇങ്ങനെ പറിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാവോ? നോക്കി നിറച്ചുണ്ട്. ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക്, ഒരാഴ്ച വേണ്ട, 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ കുറേ കാണുന്നേ. നോക്കിയേ, ഇത് കണ്ടോ അടിഞ്ഞ് കിടക്കുന്നുണ്ടാകാം. എനിക്കൊരു കൈ എത്തുന്നില്ല. ഞാൻ എൻ്റെ ഇടയിലോട്ടൊന്ന് കയറട്ടെ. കണ്ടോ, ഒരുപാട് കായുണ്ട് ഇവിടെ. ഇതിൻ്റെ താഴെ ഞാൻ ചെടികളും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നതാണ് എൻ്റെ സന്തോഷം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയ്യാഴിക വരുമ്പോഴാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, എന്നെയും കാണാൻ പറ്റത്തില്ല. ഞാൻ ആകെ ഡൗൺ ആവും. ഇതിപ്പോൾ പറിക്കാൻ എൻ്റെ കൈ എത്തുന്നില്ല. ഞാൻ ഇത് താഴോട്ട് കിടന്നിട്ട് എൻ്റെ കമ്പൊക്കെ കുത്തി വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇത് പൊക്കി നിർത്താനായിട്ട്. ഇത് മൊത്തം ഞാൻ പറിക്കട്ടെ. ഇത് ഉടനെ ഒന്നും തീരത്തില്ല കേട്ടോ, കുറച്ചുണ്ട്. അത് കാരണം ഞാൻ നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനിത് കുറച്ച് മൊത്തം പറിച്ചിട്ട് ഞാൻ ഇനി വരാം. ഇവിടെയൊക്കെ നിറയെ കിടക്കുക. തൽക്കാലം ഞാൻ മൂത്തത് മാത്രമേ പറിച്ചുള്ളൂ. നന്നായിട്ട് വലുതായത് മാത്രമേ ഇടുള്ളൂ. ചെറുതൊക്കെ കിടക്കുവാണ്. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ അതെല്ലാം എടുക്കാം. അത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാം. ഇനി ഓണമായതുകൊണ്ട് ഇനിയിപ്പോൾ ആർക്കും കൊടുത്താൽ എല്ലാവർക്കും ഓണാഘോഷമല്ലേ. അപ്പോൾ ഇത് ഇന്നിപ്പോൾ ആർക്കെങ്കിലും കൊടുത്ത് വിടാം. അന്നേരം ഇനിയിപ്പോൾ ഇത്രയും പയറും കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നെടുക്കും. പയർ ഞങ്ങൾ ഇന്നെടുക്കും. കോവയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായത് നിങ്ങൾ കണ്ടല്ലോ. ഇത് ഞാൻ കഷ്ടപ്പെട്ട മുതലായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് ഉണ്ടാകുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് നട്ട് വളർത്തുകയാണെങ്കിൽ അത് പറിക്കുമ്പോൾ അതിലൊരു കായ ഉണ്ടാകുകയോ ഒരു പൂ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് വലിയ സന്തോഷമല്ലേ. ഇപ്പോൾ ഈ ഒരു പിടി പയറാണെങ്കിലും കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു 1/4 കിലോ പയർ ഉള്ളു, എന്നാലും നമുക്കതൊരു സന്തോഷം. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഒരു ചെറിയ കുടുംബത്തിന് പറ്റും. ഇതാണെങ്കിലും അതുപോലെ തന്നെ. ഞാനിത് നെറ്റ് കെട്ടിയിട്ടാണ് ഇത് പടത്തിയിരിക്കുന്നത്. നെറ്റ് വാങ്ങിച്ച് ഞാനൊരാളെ നിർത്തി വലിച്ച് കെട്ടിച്ചതാണ്. പക്ഷേ
മഴയൊക്കെ പെയ്ത് പൂച്ചയൊക്കെ ചാടി എല്ലാം കുറേയൊക്കെ കളഞ്ഞ്. അന്നേരം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പൊക്കെ വെയിറ്റ് ചെയ്യുന്നപ്പോൾ താഴോട്ട് വരുന്നതിന് കമ്പ് കുത്തി വെച്ച് കൊടുത്തിരിക്കുക. അങ്ങനെയാണ് ഇത് വലിച്ചു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കും വീടുകളിൽ ടെറസിൻ്റെ മുകളിൽ ബക്കറ്റിനകത്ത് ഇതിൻ്റെ വള്ളി ചുറ്റി വെച്ചിട്ട് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് 4 മൂലയ്ക്കും നമുക്ക് ഇതുപോലെ നെറ്റ് വലിച്ച് കെട്ടുവാണെങ്കിൽ അതിലേക്ക് ഇത് പടത്തി കൊടുത്താൽ ഇഷ്ടം പോലെയാണ്. വെയിൽ കൊള്ളുവാണെങ്കിൽ സൂപ്പറായിട്ട് കായ ഉണ്ടാകും കോവലിൽ. ഒരാഴ്ച 3 പ്രാവശ്യം പറിക്കാം നമുക്ക്, അതുപോലെ കായ ഉണ്ടാകും. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം വിഷമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് കഴിക്കാമല്ലോ. പച്ചക്കറി എല്ലാം വരുന്നത് വിഷമടിച്ചല്ലേ വരുന്നത്. നമ്മളെന്തിനാ അത് വാങ്ങിച്ച് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്? അതിനേക്കാളും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? ഒരു മെഴുക്ക് പുരട്ടിയോ ഒരു രസമോ അല്ലെങ്കിൽ ഒരു മോര് കാച്ചിയതോ ഉണ്ടെങ്കിൽ 2 പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കുശാല് ചോറുണ്ടാനായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തിന്നുന്നല്ലേ നല്ലത്. അല്ലെങ്കിൽ 2 പയർ മെഴുക്ക് പുരട്ടി വെച്ച്, അല്ലെങ്കിൽ 2 കോവയ്ക്ക എടുത്ത് മെഴുക്ക് പുരട്ടി വെച്ച്, ഒരു പപ്പര ഉണ്ടെങ്കിൽ ഒരു പപ്പരയ്ക്കായും ഒരു 2 പയറും എല്ലാം കൂടി ഇട്ട് ഒരു മെഴുക്ക് പുരട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു തോരൻ വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് നല്ലതല്ലേ? ശരീരത്തിന് ദോഷവും ഇല്ല. വല്ലപ്പോഴൊക്കെ എല്ലാം ഇറച്ചിയും ഒക്കെ വാങ്ങിക്കണം. എന്നും ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്നാണ് ജലദോഷപ്പനി പോലെ എല്ലായിടത്തും ക്യാൻസറും മറ്റുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. കഴിയുന്നതും നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കറിവേപ്പ്. കറിവേപ്പ് എല്ലാവരും വെച്ച് പിടിപ്പിക്കണം. ഞാൻ എൻ്റെ വീടിൻ്റെ 4 വശവും കറിവേപ്പ് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും ആര് വന്ന് ചോദിച്ചാലും ഞാൻ ഇഷ്ടം പോലെ ഒടിച്ചു കൊടുക്കും. കാരണം അത് ഒടിക്കും തോറുമാണ് ഇത് പൊട്ടിക്കിളിക്കുന്നത്. ഇതിൽ വിദ്യാഭ്യാസം കൊടുക്കുമ്പം എറിടെന്ന് പറയുന്ന പോലെ നമുക്ക് വിദ്യ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടി വരുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കും തോറും ഒടിച്ചു കൊടുക്കും തോറും നമുക്കത് വിളവ് കൂടി വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് എല്ലാവരും വീട്ടിൽ ഒരു ചെറിയൊരു ബക്കറ്റില്ല, പൊട്ടിയ പഴയ ബക്കറ്റൊക്കെ എല്ലാ വീടുകളിലൊക്കെ കാണും. അതിനകത്ത് അടിയിൽ ഒരു ദ്വാരം ഇട്ട് വെള്ളം പോകാനായിട്ട് വാർന്നു പോകാൻ വെച്ചിട്ട് ഇച്ചിരി മണ്ണും വെച്ചും എല്ലാം കൂടെ കരിയിലേക്കെ കൂടെ തൂത്തിട്ട് അതിനകത്തൊരു കറിവേപ്പിൻ്റെ തൈ വെച്ചാൽ മതി. സൂപ്പറായിട്ട് കിളുത്ത് വരും. ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ആദ്യം അങ്ങനെ ഒരെണ്ണം വെച്ച് പിന്നെ ഇപ്പോൾ അതേ താഴെയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഇച്ചിരി സ്ഥലം ഉള്ളതുകൊണ്ട് ഞാൻ പറമ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ കിളുക്കട്ടെ, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നെങ്കിൽ അതല്ലേ നല്ലത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം അതൊക്കെ ഉള്ളു. അല്ല സാമ്പത്തികമായി നമുക്ക് എല്ലാവരെയും കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് അവരവരുടെ വീട്ടിൽ ആവശ്യത്തിനെങ്കിലും എല്ലാവരും ഒരു കറിവേപ്പ്, ഒരു പപ്പര, ഒരു കോവൽ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുക. 2 ചീരത്തൈ ഒക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആരെയും കഴിയുന്നതും കാശ് കൊടുത്ത് പച്ചക്കറി വാങ്ങിക്കാതെ വിഷം വാങ്ങിച്ച് തിന്നാതെ എന്ന് വേണം പറയാൻ. വിഷം വാങ്ങിച്ച് തിന്നാതിരിക്കാൻ സാധിക്കും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ടാറ്റാ.